ഈ നാട്ടിൽ ആരെയും നീ അറിയില്ല, നിന്നെയും ആരറിയാൻ പാടില്ല. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്റെ സുഹൃത്തിന് 2000 രൂപ ചേഞ്ച് വേണം, കിട്ടുമോടെ? ആരാത് ഒന്നും കഴിക്കാതെ ചില്ലറ ചോദിക്കുന്നേ? അങ്ങനെയാണോ പറഞ്ഞേ? എന്നാ ഇരിക്കേ, നമുക്ക് കഴിക്കാം. വാ ഇരിക്കണോ? ഇവിടുത്തെ അത്തം അടിപൊളിയാ. എനിക്ക് മഴ ഇഷ്ടമല്ല. ഇന്നലെ കണ്ടല്ലോ, വെള്ളം വീണാലേ ഒലിച്ചു പോകുന്ന പേടിച്ച് ഓടിപ്പോകുന്നത്. മഴ പെയ്താ വെള്ളം ഒലിക്കും, അത് ശരിയാക്കാൻ എന്റെ അമ്മയുടെ പൈസയും ഇല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് മഴ ഇഷ്ടമല്ല, ശരിയല്ലേ? ഒരു സ്പെഷ്യൽ എത്തോ? എടാ, നാട് മുഴുവൻ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇപ്പൊ രക്ഷപ്പെടുക. ഈ പാർട്ട് ടൈം പണിയെടുക്കുന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല. നീ വെറുതെ പോയതൊന്നും പറയാൻ നിൽക്കല്ലേ കേട്ടോ. എന്താടാ അവിടെ ഒരു രഹസ്യം പറച്ചില്? അതൊന്നുമില്ല രത്നം, നിങ്ങളെ പറ്റി പുകഴ്ത്തി പറയായിരുന്നു. നീ കഴിക്കളിയാ? കിളവി കൗണ്ടറിലാണ് ഇരിക്കുന്നതെങ്കിൽ കാത് മുഴുവൻ കസ്റ്റമറിന്റെ അടുത്ത് തന്നെയാ. നന്നായിരുന്നോ? ഞാനാണ് നിനക്ക് ചില്ലറ തരേണ്ടത്. ഈ കോഫി ഒന്ന് പുറത്തേക്ക് കൊണ്ട് കൂടെ. എന്തേ, നിങ്ങളുടെ ഫ്രണ്ട് അകത്തേക്ക് വരില്ലേ? പൊയ്ക്കോ, ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാ. നീ ഗ്ലാസ് കമിഴ്ത്തി വെക്കുമ്പോ ചില്ലറ തരാന്നാ ഞാൻ കരുതിയത്. നീ കാപ്പി പോലും കുടിക്കാതെ കാറ്റുപോലെ പറന്നു പോയല്ലോ. ഇതാ, നീ മാത്രം കുടിച്ചാ മതിയോ? ഇതാ, നിനക്കാണിത്. അയ്യോ, നല്ല വിശപ്പുണ്ടെന്ന് തോന്നല്ലോ. ആ, വന്ന ഉടനെ ഒരാളെ കിട്ടി. വീട്ടിനകത്ത് നായ വളർത്തി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കോട്ടിനകത്ത് നായ വളർത്തി ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഏയ്, ഒന്ന് പോടോ. അയ്യോ, ചില്ലറില്ലല്ലോ, കുറിക്കടയ്ക്കാൻ വെച്ചതാ. ആ, ഒരു കാര്യം ചെയ്യേ, ഞാന് കണക്കെഴുതി വെക്കാം. അടുത്ത പ്രാവശ്യം നീ വരുമ്പം ഞാനത് കിഴിച്ചോളാം, പോരെ? ഒരു ചായ, ഒരു കടി, പിന്നെ തിരിച്ചു വരില്ല. അത് നിനക്കും എനിക്കും തീരുമാനിക്കാനാവില്ലല്ലോ. ശരി, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. നീ തിരിച്ചു വന്ന ഇനി നടക്കാൻ പോകുന്ന എന്താണെന്നറിഞ്ഞാൽ ജീവിതം നന്നാവോ?